ചൂടിന് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ? ചൂട് കുരുക്കളും അതുപോലെ നന്നായിട്ട് ഇച്ചിങ്ങും ഒക്കെ വന്നിട്ട് ചൊറിച്ചിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഒരു തവണയും കൂടെ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അതൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. നിങ്ങളിപ്പോൾ സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സോപ്പ് മാറ്റി ബോഡി വാഷോ അല്ലെങ്കിൽ pH 5.5 ഉള്ള ക്ലെൻസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് അത് കുറച്ചുകൂടെ നല്ലതാണ്. സ്കിന്നിലുള്ള ഇറിറ്റേഷൻ കുറയ്ക്കും, അതുവഴി ഇച്ചിങ് കുറയാനുള്ള സാധ്യതയും റാഷസ് വരാതെയും സൂക്ഷിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഐസ് ബാത്ത് ചെയ്യേണ്ട, പക്ഷേ എന്നാലും ഇച്ചിരി തണുപ്പുള്ളൊരു വെള്ളത്തിൽ, കുറച്ചെങ്കിലും ഒരു ചൂട് വെള്ളത്തിൽ കുളിക്കാതിരിക്കുക കഴിവതും. കുറച്ച് തണുപ്പുള്ള വെള്ളത്തിലാണ് നിങ്ങൾ കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴുണ്ടാകുന്ന ഒരു സുഖം മാത്രമല്ല, അത് നിങ്ങളുടെ ഇച്ചി നെർവ്സിനെ സപ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ചൊറിച്ചിലൊക്കെ ഉണ്ടാകാതെ അതൊന്ന് സേഫായിട്ട് ചൊറിച്ചിലൊന്നും ഇല്ലാതിരിക്കും കേട്ടോ ബോഡിയിൽ. പിന്നെ നമുക്ക് റാഷസ് ഒക്കെ മാറാൻ വേണ്ടി എല്ലാവരും കെലാമിൻ ലോഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും നല്ലതാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ, കെലാമിൻ യൂസ് ചെയ്യാം. ഒരു പരിധി വരെ റാഷസിൽ നിന്ന് അത് ഹെൽപ്പ് ചെയ്യും. അതായത് ചൊറിഞ്ഞ് തടിക്കുന്നത്, ചുവപ്പ് കളറിലൊക്കെ വരുന്നതൊക്കെ കുറയാനായിട്ട് സഹായിക്കും കേട്ടോ. ചൂടുകുരുവൊക്കെ കുറയാനൊക്കെ സഹായിക്കും. പിന്നെ അലോവേറയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമ്മൾ മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ കഴുത്തിൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഈ ഭാഗത്തും ഒക്കെ നമുക്ക് ചൊറിഞ്ഞ് തടിക്കുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുവേ. പിന്നെ നീമിട്ട വെള്ളം, ഇച്ചിരി ഉപ്പിട്ട വെള്ളത്തിലൊക്കെ ആൾക്കാർ കുളിക്കാറുണ്ട്, കാരണം ഈ ചൊറിച്ചിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതും ഒരു പരിധി വരെ സഹായിക്കും. പിന്നെ നന്നായിട്ട് ബട്ടർ മിൽക്കും തൈരും ഒക്കെ കുടിച്ചിട്ട് നമ്മുടെ ബോഡീനെ ഒന്ന് തണുപ്പിച്ച് വെക്കുക. കഴിവതും ഈ മീൻ, ഇറച്ചി പോലുള്ള ചൂടുള്ള ആഹാരങ്ങളൊക്കെ കുറച്ചൊന്ന് കുറച്ചിട്ട് തണുത്ത കേടല്ലേ ബട്ടർ മിൽക്കൊക്കെ ഒന്ന് കഴിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ബോഡീനെ ഒന്ന് തണുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലെ പല ടിപ്സും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളുടെ ഇപ്പോൾ ഉലുവ എടുത്തിട്ട് ഒന്ന് അരച്ചിട്ട്, കുതിർത്തൊന്ന് അരച്ചിട്ട് അതിലേക്ക് ഒരല്പം തൈര് തേച്ചിട്ട് മുഖത്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂട് കാരണം വരുന്ന പിമ്പിൾസിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഏതിലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇനി അറിയാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നേരത്തെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റിൽ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.